ക്രിസ്തു വരണം. അതുകൊണ്ട് ഉപദേശിമാരെ, വിശ്വാസികളെ, ക്രിസ്തു ഇല്ലാത്ത പ്രസംഗം നിങ്ങൾ ബഹിഷ്കരിക്കണം. വിശ്വാസികളോടാ, ക്രിസ്തു ഇല്ലാത്ത പ്രസംഗം നിങ്ങൾ ബഹിഷ്കരിക്കണം. ഒരു കൺവെൻഷൻ വേദിയിൽ പോയി നിങ്ങൾ ഇരിക്കുമ്പോൾ, കൺവെൻഷന്റെ സദസ്സിൽ പോയി നിങ്ങൾ ഇരിക്കുമ്പോൾ, പ്രസംഗകൻ പ്രസംഗിച്ചു തുടങ്ങി അവസാനിക്കുമ്പോൾ കൈയടിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ക്രിസ്തു ഉണ്ടോ പ്രസംഗത്തിൽ എന്ന് നോക്കണം. ഇല്ലാത്തതാണെങ്കിൽ ബഹിഷ്കരിക്കാൻ പഠിക്കണം, ബഹിഷ്കരിച്ചേക്കണം. ഇതിനകത്ത് ക്രിസ്തു ഇല്ല, ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്ന് തുടങ്ങിക്കേ. വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ടായിക്കേ. അപ്പോൾ പ്രസംഗകർ പ്രസംഗം മാറ്റും. ഞാനിപ്പോൾ എന്താ കേട്ടത്? കുറെ അനുഗ്രഹം, കർത്താവ് ഇപ്പോൾ നിന്നെ അനുഗ്രഹിക്കും. ഇതിൽ ക്രിസ്തു എവിടെ? ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം വിശ്വാസികൾക്ക്. ക്രിസ്തു അല്ലാതെ മാർഗം വിട്ടു പോവുകയല്ല ചെയ്യേണ്ടത്. ആ ഉപദേശകൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഉപദേശകൻ ഇങ്ങനെ പറഞ്ഞു, ഇവർ അനുഗ്രഹം പറഞ്ഞു പറ്റിക്കുന്നു, ഇവർ ന്യായപ്രമാണം പറഞ്ഞു പറ്റിക്കും, അതുകൊണ്ട് ഇത് മുഴുവൻ തെറ്റാണെന്നും പറഞ്ഞ് മാർഗം വിട്ടു പോകാതെ ഇതിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കണം. നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിൽ എവിടെയാണ് ദൈവദാസ ക്രിസ്തു ഉള്ളതെന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം വിശ്വാസികൾക്ക് ഉണ്ടായിക്കേ. ഉപദേഷ്ടാക്കന്മാർ മാറി ചിന്തിക്കുവാൻ തുടങ്ങും, ഉപദേശികൾ മാറി ചിന്തിക്കുവാൻ തുടങ്ങും. ശരിയാ, ഞാൻ പ്രസംഗിച്ചതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ലാതെ കാരണം ഇതിൽ ക്രിസ്തുവില്ല. ഈ ചിന്തയിലേക്ക് വിശ്വാസികൾ വന്നാൽ ഈ മാർഗം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള സാഹചര്യം ഒരുങ്ങും. അനേകം ആളുകളുടെ ഹൃദയത്തെ ഇത് സ്വാധീനിക്കുവാൻ തുടങ്ങും. നിരവധി ആളുകളെ തീയിൽ നിന്ന് വലിച്ചൂരിയെടുക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട്